കഴിഞ്ഞ വീഡിയോയിൽ കൂട്ടുകാരുമൊക്കെയായി കുദ്രേമുഖ് നാഷണൽ പാർക്കിലെ നേത്രാവതി പീക്കൊക്കെ കയറി തിരിച്ചു വരുന്നത് വരെയുള്ള കാഴ്ചകളായിരുന്നു. ഈ എപ്പിസോഡ് അതിൻ്റെ തുടർച്ചയാണ്. ലാസ്റ്റ് വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് ഐ ബട്ടണിൽ വീഡിയോയിലെ ലിങ്ക് കൊടുത്തേക്കാം. വെൽക്കം ടു മൈൽസ് ഓഫ് ജോയ്. ഇവിടെ നിന്നും മുകളിലേക്കൊരു 2-3 കിലോമീറ്റർ കൂടി പോയാൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ഇന്നത്തെ ദിവസം പോയതല്ല കേട്ടോ. ഞങ്ങൾ വന്ന ദിവസം, അതായത് നേത്രാവതി പീക്ക് കയറിയതിൻ്റെ തലേ ദിവസം വൈകുന്നേരം മഴയൊക്കെ കുറഞ്ഞൊരു സമയം നോക്കി പോയതാണ്. പോകുന്ന വഴിയാണെങ്കിൽ ഒരു രക്ഷയില്ല. മഴ കൂടി പെയ്തപ്പോൾ വേറെ ലെവൽ വൈബ്. ഈ കുദ്രേമുഖ് റേഞ്ചിൻ്റെ പല ഭാഗങ്ങളും ഈ വ്യൂ പോയിന്റിൽ നിന്നാൽ കാണാൻ പറ്റും. ബാമിക്കൊണ്ട എന്നാണ് ഗൂഗിളിൽ ഈ സ്ഥലത്തിൻ്റെ ഒഫീഷ്യൽ പേര്. ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന 2 കല്ലുകളാണ് ബാമിക്കൊണ്ട എത്തിയെന്ന് നമ്മൾ മനസ്സിലാക്കി തരുന്ന അടയാളം. ഈ വ്യൂ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ട്രക്ക് ഉണ്ട്, കാലാചുക്കി പീക്ക്. കുറച്ചധികം നടക്കാനുണ്ട് ഇവിടുന്ന്. നേത്രാവതി പ്ലാനിലുള്ളതുകൊണ്ട് വേറെ ട്രക്കിനൊന്നും ഇപ്പോൾ പോകുന്നില്ല. അതുമാത്രമല്ല, ഈ ഏരിയയിൽ ഒരുപാട് ട്രക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. കുദ്രേമുഖാണ് ഉള്ളതിൽ വെച്ച് ഏറ്റവും ദൂരം കൂടുതലുള്ളത്. 22 കിലോമീറ്ററാണ് കുദ്രേമുഖ് പീക്കിലേക്ക് നടക്കാനുള്ള ദൂരം. അതെന്തായാലും വേറൊരുക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. ആ മലയുടെ മുകളിൽ കാണുന്നത് സ്റ്റെപ്പ് ഫാമിംഗ് ചെയ്തിരുന്നൊരു സ്ഥലമാണ്. പക്ഷെ ഇപ്പം മെയിൻറ്റൈൻഡ് അല്ലാന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സ്റ്റേയുടെ കുറച്ച് താഴെയായിട്ടുള്ള ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള വെള്ളച്ചാട്ടമാണ്. പേരെന്താണെന്ന് പോലും അറിയില്ല. ഒരു നാച്ചുറൽ കുളി പാസ്സാക്കാം എന്ന് കരുതി വന്നതാണ്. കാടിന് നടുവിൽ ആളും ബഹളമൊന്നും ഇല്ലാതെ ഇങ്ങനൊരു സ്ഥലം കിട്ടിയിട്ട് മുതലാക്കാതെ എങ്ങനെയാണ് പോവുക? അതുകൊണ്ട് ഞങ്ങളും കുളിച്ചു, ജിമ്മിനെ ഒന്ന് ചെറുതായിട്ട് കുളിപ്പിച്ചു. സംഭവം എന്തായാലും ഇവിടുന്ന് പോകാനേ മനസ്സ് വരുന്നില്ല. പക്ഷേ ചെക്കൗട്ട് ചെയ്യാനുള്ള സമയമായി, പോകാതെ പറ്റില്ലല്ലോ. ഇത് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങിയപ്പം കിട്ടിയൊരു സമ്മാനമാണ്. ഇന്നലെ ഹോം സ്റ്റേ ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. കുദ്രേമുഖ് ട്രക്കിനും നേത്രാവതിയൊക്കെ കയറാനായിട്ട് വന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം വേറെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ഒന്ന് ചില്ല് ചെയ്യാനുള്ള പ്ലാനാണ്. ഭദ്രാ നദിയൊക്കെ ക്രോസ് ചെയ്ത് ശൃംഗേരി ചിക്മംഗ്ലൂർ റൂട്ടിലേക്ക് കയറി. ചിക്മംഗ്ലൂർ അടുത്ത് അവതി എന്നൊരു സ്ഥലത്തൊരു സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയമായി. എവിടെയെങ്കിലും ഒന്ന് നിർത്തണമെന്ന് വിചാരിച്ചിട്ട് കുറേ നേരമായി. പക്ഷേ ഒരു നല്ല ഹോട്ടലൊന്നും ഈ വഴിക്ക് കാണാനില്ല. 1-2 കഫേസൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും ഇന്നൊരു ഊണ് കഴിക്കാനുള്ള മൂഡാണ്. അവസാനം എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നായി. നമ്മുടെ നാട്ടിലൊരു വീട്ടിലെ ഊണ് സെറ്റപ്പ് പോലത്തെ ഒരു കട കണ്ടപ്പോൾ നിർത്തി. ആഗ്രഹിച്ച പോലെ തന്നെ ചോറും മലനാട് സ്പെഷ്യൽ ചിക്കൻ സാമ്പാറും കൂടെ സൈഡായിട്ട് ചെറുതായിട്ട് ഓരോ പുഴമീൻ ഫ്രൈയും ലിവർ ഫ്രൈയും ചിക്കൻ കബാബും കൂടി ഓർഡർ ചെയ്തു. വിശപ്പ് കൂടുതലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, എല്ലാത്തിനും ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു. 3 പേര് ഇത്രയും സാധനങ്ങൾ ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് ബില്ല് വന്നത് എത്രയാണെന്നറിയോ? വെറും 510 രൂപ. എങ്ങനെയാണ് ഇവർക്ക് ഇതൊക്കെ മുതലാവുന്നത്? മെയിൻ റോഡിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഹോം സ്റ്റേയിലേക്കുള്ള റോഡിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാപ്പിത്തോട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു ചെറിയ റോഡ്. ഒരു വണ്ടി പോലും കുറേ നേരമായിട്ട് എതിരെ വന്നിട്ടില്ല. പക്ക ഫോറസ്റ്റ് ഫീൽ. ഞങ്ങൾ പല സ്ഥലത്തും വണ്ടി നിർത്തി കാടിൻ്റെ ഫീലൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ മഴയും കൂടി പെയ്തു. മഴ പെയ്തതോടുകൂടി സ്ഥലങ്ങളുടെ ഭംഗി ഒന്നുകൂടെ കൂടി. ട്രക്കൊക്കെ പോയി വന്ന് ക്ഷീണം തീർക്കാനും പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും വേണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളൊരു സ്റ്റേ ആണ്. ചിക്മംഗ്ലൂർ പൊതുവെ മുള്ളായൻഗിരിയും ബാബാ ബുഡൻഗിരിയും അങ്ങനത്തെ തിരക്കുള്ള സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ഓഫ് ബീറ്റ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. അധികമാരും ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാറില്ല. എനിക്ക് തിരക്കുള്ള സ്ഥലങ്ങളോട് പൊതുവേ ഇത്തിരി അലർജി ഉണ്ട്. സ്റ്റേ എത്തുന്നവരെയുള്ള ഡ്രൈവ് ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു. കാപ്പിത്തോട്ടങ്ങളുടെ നടുക്കുള്ള ഒരു സ്റ്റേ ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്. ഞങ്ങളല്ലാതെ ഇന്ന് വീക്കെൻഡ് ആയിട്ട് കൂടി ഇവിടെ വേറെ ഗസ്റ്റുകൾ ആരുമില്ല. റിലാക്സ് ചെയ്യാൻ വന്ന് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇനിയിപ്പോൾ എന്താ വേണ്ടേ? നല്ല ഹൈറ്റിലുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടുന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. ഇങ്ങനെ പരന്ന് കിടക്കുന്ന തോട്ടങ്ങളും അതിനപ്പുറത്ത് വലിയ വലിയ മലകളും. എന്തായാലും തിരഞ്ഞെടുത്ത സ്ഥലം കൊള്ളാം. ഇത് ഇന്നലെ ട്രക്ക് കഴിഞ്ഞ് വന്നപ്പം നനഞ്ഞ സാധനങ്ങൾ ഉണക്കാൻ വെച്ചിട്ടുള്ള കാഴ്ചയാണ്. ഇവിടെ ഞങ്ങൾക്കൊരു ഫുൾ ഡോർമെട്രി പ്രൈവറ്റായിട്ട് കിട്ടി. കുറ്റം പറയാനൊന്നുമില്ല, നല്ല വൃത്തിയും വെടുപ്പും ഉള്ളൊരു ഡോർമെട്രി. അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂമും ഉണ്ട്.
ഇവിടെ ആരുമില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞങ്ങളെ കൂടാതെ ദേ ഇവരൊക്കെ ഇവിടെയുണ്ട്. ഇത് ലില്ലി, ആൾ ആക്ച്വലി ബ്ലൈൻഡാണ്. സ്റ്റേയുടെ ഓണർ പറഞ്ഞപ്പോഴാണ് ഇവൾ ബ്ലൈൻഡ് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ അത് മാത്രമല്ല, വേറൊരു പട്ടിയും പൂച്ചയും ഒക്കെ ഉണ്ട്. ഈ പട്ടിയും പൂച്ചയൊക്കെ ജന്മശത്രുക്കളാണെന്നുള്ളത് ഇവർക്ക് അറിയില്ലാന്ന് തോന്നണം. എന്തായാലും അവരുടെ കളിയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എല്ലാവരും വന്നപ്പോൾ മുതൽ ഞങ്ങളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു. ഇവിടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടും വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും ഞങ്ങളും അവരെയൊക്കെ കളിപ്പിച്ച് അങ്ങനെ ഇരുന്നു. വൈകുന്നേരം ആയപ്പം ഇവിടുത്തെ ആൻറ്റി ഞങ്ങൾക്ക് നല്ല കാപ്പിയൊക്കെ ഇട്ട് തന്നു. കാപ്പിയൊക്കെ കുടിച്ച് ഇവിടുത്തെ കാറ്റും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം ഇതിൻ്റെ മുറ്റത്തിരുന്നു. വൈകുന്നേരമൊക്കെ ആയപ്പം ഞങ്ങളൊന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടി നോക്കി. ഇവരുടെ എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗത്ത് ഒരു സൺസെറ്റ് പോയിൻ്റ് ഉണ്ട്. ഈ കാലാവസ്ഥയിൽ എന്തായാലും സൺസെറ്റ് ഒന്നും കാണാൻ സാധിക്കില്ല. പക്ഷെ എന്തായാലും ഒരു ഡ്രൈവ് ആവുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി നോക്കാൻ തന്നെ തീരുമാനിച്ചു. കുറച്ച് ദൂരം വണ്ടിയിൽ പോയി അതിനുശേഷം കുറച്ച് ദൂരം നടന്നാലാണ് ഈ സ്ഥലത്ത് എത്തുക. സംഭവം എന്തായാലും കൊള്ളാം. നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം, വേറെ ബഹളങ്ങളൊന്നുമില്ല. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കാം. സൂര്യൻ പക്ഷേ ജസ്റ്റ് ഒന്ന് മുഖം കാണിച്ചിട്ട് എങ്ങോട്ടോ പോയി. ഇരുട്ടായി തുടങ്ങിയപ്പം തണുപ്പും കൂടെ നല്ല കാറ്റും വന്നപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചു. പിന്നെ ഇരുട്ടായാൽ അവിടെ ഇരിക്കുന്നത് സേഫും അല്ല. ഇതൊക്കെ ഭദ്ര ടൈഗർ റിസർവിൻ്റെ സോണിൽ പെടുന്ന സ്ഥലങ്ങളാണ്. വൈൽഡ് ആനിമൽസ് പ്രസൻസ് ഒക്കെയുള്ള ഒരു ഏരിയ തന്നെയാണിത്. സ്റ്റേയിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ആംബിയൻസ് മൊത്തം മാറി. നല്ല ലൈറ്റൊക്കെ ഇട്ട് വേറൊരു വൈബായിരുന്നു. രാവിലെ എണീറ്റ് ഒന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഇന്നലെ കണ്ട സ്ഥലമേ അല്ല. കംപ്ലീറ്റ് മഞ്ഞൊക്കെ മൂടി വേറെ ഏതോ സ്ഥലം പോലെ ആയിട്ടുണ്ട്. വീണ്ടും ഒന്ന് ഉറങ്ങി പല്ലൊക്കെ തേച്ച് ഫ്രഷായിട്ട് പുറത്ത് വന്നപ്പോഴേക്കും മഞ്ഞൊക്കെ മാറിയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇത് സംഭവം ഇഡ്ഡലിയാണ്. കണ്ടാൽ പുട്ടുപോലെ തോന്നും. ഇവിടുത്തെ ഇഡ്ഡലിക്കൊക്കെ ഇങ്ങനത്തെ ഷേപ്പാന്ന് തോന്നണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ദേ മഴയും കൂടി വന്നു. കുറേ നേരം മഴ പെയ്തു. മഴയൊന്ന് തോർന്ന സമയം നോക്കി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. കാരണം ഇന്ന് ബാംഗ്ലൂർ വരെ എത്തണം. തിരിച്ച് ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പേ ഒരു സ്ഥലം കൂടെ കാണാനുണ്ട്. മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു കൗതുകമുള്ളൊരു കാഴ്ചയുണ്ട് ഹസനടുത്ത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് 1860കളിൽ ഫ്രഞ്ചുകാർ ഗോത്തിക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഒരു പള്ളിയാണ്. പേര് ഷെട്ടിഹള്ളി ചർച്ച്. ഹേമാവതി ഡാം കമ്മീഷൻ ചെയ്തപ്പം ഡാം സൈറ്റിലായ ചർച്ച് പിന്നെ ഉപേക്ഷിക്കപ്പെടുകയാണ് ഉണ്ടായത്. മഴക്കാലത്ത് ഒട്ടുമുക്കാലും മുങ്ങി നിൽക്കുകയാണെങ്കിലും വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അടുത്തേക്ക് നടന്നു പോകാൻ പറ്റും. ഇത്രയൊക്കെ ആണെങ്കിലും ഈ ചർച്ച് ഇത്ര വർഷമായിട്ടും ഇതുവരെ നിലം പൊത്തിയിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട്. ഐ ആം ഷിജോയ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.